എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പുല്ലും കാടും ഒക്കെ പറിച്ച് ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പോസ്റ്റായി കുറച്ചധികം നേരം നിന്നപ്പോൾ കുറച്ച് പുല്ലൊക്കെ പറിച്ച് കളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പുല്ല് പറിച്ച് അവസാനം കളി കാര്യമായി കേട്ടോ. അവിടെ ഒരു വലിയൊരു ഓടയുണ്ടായിരുന്നു. അതിനകത്ത് അമ്മയെ തെള്ളിയിടും, അതിനകത്ത് അമ്മ പോട്ടെ ചത്തു പോട്ടെ എന്നൊക്കെ കേട്ടോ ഇവൻ പറയുന്നത്. എന്നാലും ഇവനിങ്ങനെ പറയാമോ? ഒന്നുമില്ലെങ്കിൽ ഇവന് രാവിലെ ഞാൻ പൊതിയൊക്കെ കെട്ടി രാവിലെ സ്കൂളിലൊക്കെ ഒരുക്കി വിടുന്നതൊക്കെ അല്ലേ. എന്നാലും നീ എങ്ങനെ പറഞ്ഞല്ലോടാന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ വഴക്ക് പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ കാര്യങ്ങളൊക്കെ വഴക്ക് പറഞ്ഞു എടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഞാൻ പോവാ, നിങ്ങൾ ചുമ്മാ ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ നാണം കേടാന്നൊക്കെ പറഞ്ഞ് വിട്ടുകൊടുത്തില്ല. ഞങ്ങൾ ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളം. അവസാനം ഞാൻ തോറ്റ് സമ്മതിച്ച് അവന് സംഭവം തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ചു പോരും കേട്ടോ. അങ്ങനെ വന്ന വഴിക്ക് നമ്മൾ നാളത്തേക്കുള്ള സ്നാക്സിനുള്ള സാധനങ്ങൾ മേടിക്കാനൊക്കെ കൊണ്ട് തന്നെ ഇവിടെ അടുത്തൊരു ബോർമ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലം കേട്ടോ, കിൻഫ്രയിൽ. അങ്ങനെ നമ്മളവിടെ വന്ന് ഏതെടുത്താലും അത് വേണ്ട ഇത് വേണ്ട അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ചെറുക്കൻ. എന്ത് ചെയ്യാനാണെന്ന് പറ, ഒരു സാധനമൊട്ട് മേടിക്കാനും സമ്മതിക്കത്തില്ല. എന്നാൽ അവനോട്ട് വേണ്ടാതാനും. അവന് വേണ്ടുന്നതാണ്ട് ഈ ഒരു സാധനം കേട്ടോ, അത് മാത്രം അവന് മതി, വേറെ ഒന്നും നമ്മളെ കൊണ്ട് എടുക്കാൻ സമ്മതിക്കത്തില്ല. എന്നിരുന്നാലും ഞാൻ 2-3 കവർ എടുത്തപ്പോഴത്തേനും അവനത് തിരിച്ചു വെക്കാനൊക്കെ ഭയങ്കര ബഹളം. നാണംകേടല്ലേ ഇവിടെയൊക്കെ കിടന്ന് അലക്കുന്നതെന്നും കരുതി ബാക്കിയൊക്കെ തിരിച്ചു വെച്ചിട്ട് ഇത് എടുത്തുകൊണ്ട് ഇറങ്ങി കേട്ടോ. എന്നാലും അവൻ സമ്മതിക്കാണ്ടിരിക്കും കേട്ടോ, ഒരെണ്ണം മതിയെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, വേണം നീ മാത്രം കഴിച്ചാൽ മതിയോ, ബാക്കിയുള്ളവരോടെ കഴിക്കണ്ടേ, അതുകൊണ്ട് നീ മാത്രം ഒരെണ്ണം ബാക്കി അമ്മയും അച്ഛനൊക്കെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങും കേട്ടോ. എന്നാലും സമ്മതിക്കത്തില്ല. എന്തായാലും എനിക്ക് സ്നാക്സ് ബോക്സ് വെക്കരുത്, ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. അത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളിങ്ങനെ പോരും കേട്ടോ. അങ്ങനെ താണ്ട് ഇവിടെ എത്തിയപ്പോഴത്തേനും കഥ മാറി കേട്ടോ. ഡിക്കി തുറക്കാനും ഒന്നും സമ്മതിക്കത്തില്ല. കാരണം ഈ സാധനം ഇതിനകത്ത് വെക്കേണ്ടത്, അവന് വേണ്ടാത്ത സാധനം അതിനകത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം. എന്തായാലും അവനെ ഉന്തി തള്ളി താഴെ ഇട്ടിട്ടാണെങ്കിലും നമ്മൾ ഡിക്കി തുറന്നിട്ടുണ്ട്. അങ്ങനെ ഡിക്കിയൊക്കെ തുറന്ന് നമ്മൾ താണ്ട് തിരിച്ചിറങ്ങുകയാണ്. അങ്ങനെ തിരിച്ചിറങ്ങുന്ന വഴിക്ക് നല്ലൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മുടെ ഈ നാടെന്ന് പറയുന്നത് ഒരുപാട് മലകളും അതുപോലെ പാറകളും നിറഞ്ഞൊരു ഗ്രാമമാണെന്നുള്ളത്. അങ്ങനെ താണ്ട് നമ്മുടെ നാട്ടിലെ ഒരു നല്ല വൈബുള്ളൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ താണ്ട് നമ്മൾ ഈ ഇറങ്ങി വരുന്നിടത്ത് വലിയൊരു പാറയുണ്ട്. ആ പാറയ്ക്ക് ചേട്ടനൊക്കെ പറയുന്നതൊക്കെ മലങ്കോട്ടപ്പാറ, നല്ല ശക്തിയുള്ള പാറയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് പറഞ്ഞു കേട്ടോ ഉള്ള അറിവാണ്, നമ്മളത് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ആ പാറയൊക്കെ കാണിച്ചു തരാം. അതാണ്ട് ഈ സൂം ചെയ്ത് കാണിച്ചു കേട്ടോ, അഞ്ചുമലപ്പാറ. അപ്പോൾ അവിടെ ആളൊന്നും അധികം നിൽപ്പില്ല, 1-2 പേരൊക്കെ നിൽപ്പുള്ളൂ. പിന്നെ അതാണ്ട് ഇവിടെ ഇറങ്ങി വന്ന വഴിക്ക് റോഡിലൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകി കിടക്കുന്നുണ്ട്. നമ്മൾ നോക്കിയപ്പോഴത്തേക്കിന് ഊറ്റിറങ്ങുന്ന കേട്ടോ. നല്ല മഴയൊക്കെ അല്ലായിരുന്നു. അങ്ങനെ ഊറ്റിറങ്ങിയ വെള്ളമാണ്, ഭയങ്കര തണുപ്പാണ്. പാറയ്ക്കകത്തു നിന്നുള്ള വെള്ളത്തിൻ്റെ തണുപ്പ് അറിയാമല്ലോ. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ കാലിലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴത്തേനും അവിടെ തന്നെ നല്ല വൈബായിട്ടൊരു കുളം, നല്ല ഭംഗിയാണ് കേട്ടോ. ഫോണിൽ കാണുന്ന പോലല്ല, കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ തിരിച്ച് വരുവാണ്. അങ്ങനെ ഈ ഊറ്റ് വരുന്ന സ്ഥലം എവിടുന്നാന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു മടയുണ്ട് കേട്ടോ, പാറമട. പണ്ട് പാറയൊക്കെ പൊട്ടിച്ചിരുന്നതെന്ന് പറയാം. പക്ഷേ ഉള്ളിലോട്ട് നമുക്ക് പോകാനെ കൊണ്ട് പറ്റത്തില്ല, എന്തെങ്കിലും ഇഴജന്തുക്കളും കാര്യങ്ങളും ഒക്കെ കാണും. മാത്രമല്ല സന്ധ്യസമയമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ തിരിച്ച് വിളിച്ചു കേട്ടോ. അങ്ങനെ വന്ന വഴിക്ക് കുറച്ച് ചേറ് കാലിലായി, അത് കഴുകാനെ കൊണ്ടുള്ള ഓട്ടോ കേട്ടോ കാശിക്കൂട്ടൻ. അങ്ങനെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.